നമസ്കാരം, ഉമേഷ് ശിവരാമനാണ് ഞാൻ. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായി. ബിലാസ്പൂർ NIA കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് സിസ്റ്റർമാരായ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും ജയിൽ മോചിതരായത്. ദുർഗിലെ വിശ്വദീപം കോൺവെന്റിലേക്ക് ഇരുവരും തിരിച്ചെത്തി. നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് കന്യാസ്ത്രീകളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തത് വെറും സംശയത്തിന്റെ പേരിലെന്നാണ് NIA കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. കുറ്റാരോപിതർ സ്ഥിരം കുറ്റവാളികളല്ല. 3 പെൺകുട്ടികളിൽ 2 പേർ കുട്ടിക്കാലം മുതൽ ക്രൈസ്തവ വിശ്വാസികളാണെന്ന് സത്യവാങ്മൂലമുണ്ട്. പെൺകുട്ടികൾ പോയത് മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണെന്നും സത്യവാങ്മൂലം വ്യക്തമാക്കുന്നുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 2 ആൾ ജാമ്യം, 50,000 രൂപ ബോണ്ട്, പാസ്പോർട്ട് കെട്ടിവയ്ക്കണം തുടങ്ങിയ ഉപാധികളോടെയാണ് NIA കോടതി ജാമ്യം അനുവദിച്ചത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണം നടത്തരുതെന്നും നിർദ്ദേശം. ജാമ്യം ലഭിച്ചതോടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആഹ്ലാദത്തിലായി. സന്തോഷമായോ? ഇനിയും ഭയപ്പെട്ട് ഓടിപ്പോകില്ലെന്ന് ദുർഗ മദർ ജനറൽ ഇസബെൽ ഫ്രാൻസിസ് പറഞ്ഞു. ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദി. രാജ്യത്താകെ ഒരു ഭയപ്പാടിന്റെ അന്തരീക്ഷമുണ്ട്. പക്ഷേ തങ്ങൾ ഭയപ്പെടുന്നില്ല. NIA അന്വേഷണവും കേസും ഒഴിവാക്കി തരണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും ഇസബെൽ ഫ്രാൻസിസ്. ഭയപ്പെടാനുള്ള ഒരു സാഹചര്യം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, എങ്കിലും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. FIR തന്നെ ഞങ്ങൾക്ക് മാറ്റിക്കിട്ടണമെന്ന് ഞങ്ങളുടെ അതിനു വേണ്ടിയിട്ടാണ് അടുത്ത ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ജാമ്യ ഉത്തരവ് ജയിലിലെത്തിച്ചതോടെ 2 കന്യാസ്ത്രീകളും 9 ദിവസത്തിനു ശേഷം പുറത്തേക്ക്. ജാമ്യം ലഭിച്ച സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ദുർഗിലെ വിശ്വദീപം കോൺവെന്റിലേക്ക് തിരിച്ചെത്തി. കേരളത്തിലേക്കാണോ പോകുന്നത്? ഇല്ലില്ല, ഇവര് ഞങ്ങൾ ഇന്ന് ബ്രദേഴ്സ് കേരളത്തിലേക്ക് പോകുന്നു. ഇന്ന് വരുന്നില്ല. ഇന്ന് ഞങ്ങളുടെ കൂടെ വരുന്നില്ല. എനിക്ക് പിന്നിൽ കാണുന്ന ഈ കോൺവെന്റിലാണ് കന്യാസ്ത്രീകൾ ഇന്ന് വിശ്രമിക്കുക. മാധ്യമങ്ങളോട് വാ തുറക്കരുത് എന്നതടക്കമുള്ള കർശന ഉപാധികളോടെയാണ് NIA കോടതി ജാമ്യം അനുവദിച്ചത്. നീതിയുടെ ആദ്യകിരണം ജാമ്യത്തിന്റെ രൂപത്തിൽ കിട്ടിയെങ്കിലും ദേശീയ അന്വേഷണ ഏജൻസിയുടെ കടന്നുവരവോടെ ആശങ്കയിലാണ് സഭ. ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്നും ജിജീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ, 24. മലയാളി കന്യാസ്ത്രീകളുടെ ജയിൽ മോചനത്തിൽ ആശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും സഭാ നേതൃത്വം ആശങ്ക മറച്ചുവെക്കുന്നില്ല. കേസ് റദ്ദാക്കണം എന്നാണ് ആവശ്യം. ജാമ്യം ലഭിച്ചെങ്കിലും കേസ് റദ്ദാക്കുന്നതുവരെ സമരമെന്ന നിലപാടിലാണ് ഇടതുപക്ഷവും കോൺഗ്രസും. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ആട്ടിൻതോലിട്ട ചെന്നായികളാണ് കേക്കുകളുമായി അരമനകൾ കയറി ഇറങ്ങുന്നതെന്നൊരു വാചകം 2023 ക്രിസ്മസ് കാലത്ത് പറഞ്ഞ. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയത് കേരളത്തിലെ BJPക്ക് നിൽക്കക്കള്ളി ഇല്ലാതെ വന്നതോടെയെന്ന് ജോൺ ബ്രിട്ടാസ് MP. ഈ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടുന്ന സാഹചര്യത്തിൽ ഇവർക്ക് എന്ത് അവകാശവാദം ഉന്നയിക്കാനാണ്? യഥാർത്ഥത്തിൽ കുറ്റബോധത്തോടു കൂടിയിട്ട് ഇവിടുന്ന് പോകേണ്ടി വരും. കന്യാസ്ത്രീകളുടെ അറസ്റ്റോടെ ചില തിരിച്ചറിവുകൾ ലഭിച്ചുവെന്ന് KCBC അധ്യക്ഷൻ കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ. വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ കാര്യങ്ങളിൽ സഭ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഒരു തിരിച്ചറിവ് ലഭിച്ചു എന്നുള്ളത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. ജാമ്യം കിട്ടിയെങ്കിലും കേസ് എത്രയും വേഗം ഇല്ലാതാക്കാൻ നടപടിയുണ്ടാകണമെന്ന് തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഈ കേസ് അത് എത്രയും വേഗം ക്വാഷ് ചെയ്ത് റദ്ദാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കന്യാസ്ത്രീകളുടെ മോചനത്തിന് ആത്മാർത്ഥമായി ശ്രമിച്ചത് BJP മാത്രമാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇവിടെ ഒരു ഡ്രാമയോ ആ പൊളിറ്റിക്കൽ ഡ്രാമ നടന്നില്ലെങ്കിൽ ഇത് 3 ദിവസം മുമ്പേ നമുക്ക് ജാമ്യം കിട്ടുന്ന ഒരു സ്ഥിതിയായിരുന്നു. അത് നടന്നില്ല. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചെങ്കിലും വിഷയത്തിന്റെ അലയൊലികൾ ഉടനൊന്നും അടങ്ങില്ല എന്നാണ് രാഷ്ട്രീയ സഭാ നേതൃത്വങ്ങൾ നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക് 24. ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റോടെ ക്രൈസ്തവ വിഭാഗത്തിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള BJP കേരള ഘടകത്തിന്റെ ശ്രമം പാഴായി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേസ് കൈകാര്യം ചെയ്ത രീതിയിൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ ശക്തമായ എതിർപ്പുമുണ്ടായിട്ടുണ്ട്. കയ്യിലിരുന്നത് പോയി, ആകാശത്തിരുന്നത് കിട്ടിയതുമില്ല. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് പാർട്ടിക്കുണ്ടാക്കിയ പ്രതിസന്ധിയെപ്പറ്റി BJP സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരു നേതാവിന്റെ പ്രതികരണമാണിത്. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിലേക്ക് കടന്നു കയറാൻ വർഷങ്ങളായി നടത്തിവരുന്ന ശ്രമങ്ങൾ തകർന്നു തരിപ്പണമായതിന് നിരാശ ഈ വാക്കുകളിലുണ്ട്.
2023 ഏപ്രിൽ 25 കേരളത്തിലെ 8 ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ കൊച്ചിയിൽ വെച്ച് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് എത്തിച്ചാണ് BJP ക്രൈസ്തവരിലേക്ക് പാലമിടാൻ ഗൗരവമായ ഇടപെടൽ തുടങ്ങിയത്. മർത്തോമ സഭയുടെ അധ്യക്ഷനൊഴികെയുള്ള എല്ലാ പ്രധാന സഭകളിലെയും മേധാവികൾ പ്രധാനമന്ത്രിയെ കാണാൻ എത്തിയിരുന്നു. 2024 തൃശൂർ വിജയത്തോടെ സഭാ വോട്ടർമാർ പാർട്ടിയുമായി അടുക്കുന്നുവെന്ന് സന്തോഷിക്കുകയും ചെയ്തു. ജോർജ് കുര്യനെ മന്ത്രിയാക്കി ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയും കാട്ടി. ഇങ്ങനെ കെട്ടിപ്പൊക്കിയ മോഹക്കൊട്ടാരമാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റോടെ തകർന്നു വീണത്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് പാർട്ടിയെ പിന്തുണച്ചിരുന്നവർ പോലും കൈവിട്ടുവെന്ന ഞെട്ടലാണ് BJP സംസ്ഥാന നേതൃത്വം. ക്രൈസ്തവ വിഭാഗം പൂർണ്ണമായി കൈവിടുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി ഉണ്ടാകുമെന്നും BJP നേതാക്കൾ ഭയപ്പെടുന്നുണ്ട്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ BJP സംസ്ഥാന അധ്യക്ഷൻ കൈകാര്യം ചെയ്ത രീതിക്കെതിരെയും പാർട്ടിയിൽ അതൃപ്തി പുകയുന്നുണ്ട്. കേസും അറസ്റ്റും ഉണ്ടായതിന് പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിക്ക് പങ്കില്ലെന്ന് പ്രസ്താവന നടത്തിയാണ് പിഴവ് ആരോപിക്കുന്നത്. ഇതോടെയാണ് കോൺഗ്രസ് ശക്തമായി രംഗത്തിറങ്ങിയതെന്നാണ് ആക്ഷേപം. വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ഇടപെടുവിച്ചതിലും ഒരു വിഭാഗം നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരനെ പഴിക്കുന്നുണ്ട്. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ഛത്തീസ്ഗഡിൽ നിന്ന് ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് ബജ്രംഗ് ദളിനെതിരായ പെൺകുട്ടികളുടെ പരാതി നാരായൺപൂർ പോലീസ് സ്വീകരിച്ചില്ല എന്നതാണ്. സ്ഥലം ദുർഗ് ആയതുകൊണ്ടാണ് കേസെടുക്കാത്തത് എന്നാണ് വിശദീകരണം. ഓൺലൈനായി പരാതി നൽകും എന്ന് പെൺകുട്ടികൾ പറയുന്നു. ജ്യോതി ശർമ്മ, കണ്ടാലറിയാവുന്ന 24 ബജ്രംഗ് ദൾ പ്രവർത്തകർ എന്നിവർക്കെതിരെയാണ് പരാതി. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് ഛത്തീസ്ഗഡിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി. അജീഷ്, ഈ സാങ്കേതികത്വം മാത്രമാണോ കേസെടുക്കാത്തതിന് കാരണം? അജീഷ്, നിലവിൽ അറിയാൻ കഴിയുന്നത് അങ്ങനെയാണ്. ഈ സംഭവം നടന്നത് ദുർഗ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായതുകൊണ്ടാണ് നാരായൺപൂർ പോലീസ് ഇപ്പോൾ കേസ് എടുക്കാത്തത്. 3 പെൺകുട്ടികൾ, കമലേശ്വരി പ്രധാൻ, ലളിത, സുക്മതി, ഈ 3 പെൺകുട്ടികളാണ് ഇന്ന് രാവിലെ നാരായൺപൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. ജ്യോതി ശർമ്മ, കണ്ടാലറിയാവുന്ന 24 ബജ്രംഗ് ദൾ പ്രവർത്തകർ, ഇവർക്കെതിരെയായിരുന്നു പരാതി. ഇവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു, ജാതീയമായി അധിക്ഷേപിച്ചു തുടങ്ങിയവയായിരുന്നു പരാതി. CPIയുടെ അവിടുത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ ശേഷം അവരുടെ സഹായത്തോടെയാണ് ഇവർ പരാതി എഴുതി നൽകിയത്. എന്തായാലും ഈ പെൺകുട്ടികൾ ഇപ്പോൾ പറയുന്നത് അവരുടെ തന്നെ CPIയുടെ തന്നെ സഹായത്തോടെ ഓൺലൈനായി ഈ ദുർഗ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനുള്ള ഒരു സാധ്യതയാണ് നോക്കുന്നത്. ഓൺലൈനായി FIR ഇടാനുള്ള നിയമോപദേശവും കിട്ടിയിട്ടുണ്ട് ഇവർക്ക്. ശരി, അജീഷ് ജയകുമാറാണ് ഛത്തീസ്ഗഡിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് രാജസ്ഥാനിലും മലയാളിക്കെതിരെ കേസ്. ഇടുക്കി കട്ടപ്പന സ്വദേശിയായ തോമസ് ജോർജിന് എതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. ഭീതിയോടെയാണ് കഴിയുന്നത് എന്ന് 21 വർഷമായി രാജസ്ഥാനിലെ ദൌസയിൽ പാസ്റ്ററായി പ്രവർത്തിക്കുന്ന തോമസ് ജോർജ് പറഞ്ഞു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് രാജസ്ഥാനിൽ മലയാളി പാസ്റ്റർക്കെതിരെ എടുത്ത കേസ്. കഴിഞ്ഞ ജൂൺ 29-ന് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കെ ബജ്രംഗ് ദളിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പ്രതിഷേധവുമായെത്തി. ജൂലൈ 6-ന് ബജ്രംഗ് ദൾ RSS പ്രവർത്തകർ മതപരിവർത്തനം നടത്തുന്നുവെന്നാരോപിച്ച് ആരാധനാലയം തകർക്കാൻ JCBയുമായെത്തി. 100ഓളം പോലീസുകാർ എത്തിയാണ് തോമസ് ജോർജ് ഉൾപ്പെടെയുള്ളവർക്ക് സംരക്ഷണം നൽകിയത്. ജൂലൈ 15-ന് ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയിൽ തോമസ് ജോർജിനെതിരെ ദൌസ പോലീസ് കേസെടുത്തു. മതസ്പർദ്ധ വളർത്തുക, മതവിശ്വാസത്തെ അപമാനിക്കുക, വിദ്വേഷ പ്രചരണം എന്നീ കുറ്റങ്ങൾക്കാണ് കേസ്. 6-ാം തീയതി സൺഡേ ഏകദേശം 500ഓളം ആൾക്കാർ JCB ഒക്കെ ആയിട്ട് ചർച്ചടിക്കാൻ വേണ്ടി വന്ന വലിയ ബഹളമായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞങ്ങളിലുണ്ട്. വലിയ ബഹളമായിരുന്നു. അവർ വന്നിച്ച് പറയുന്ന കാര്യം ഞാൻ തരം പരിവർത്തനം ചെയ്തു എന്നുള്ളതാണ്. പക്ഷേങ്കിൽ ഞാൻ ഇതുവരെയായിട്ട് ആരെയും മതം മാറ്റിയിട്ടില്ല. ഞങ്ങളവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ആൾക്കാർ വരുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. കടുത്ത ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ രാജസ്ഥാനിൽ നിന്ന് മാറി നിൽക്കുകയാണ് തോമസ് ജോർജ്. 24, ഡൽഹി. വയനാട്ടിൽ ബജ്രംഗ് ദൾ കൊലവിളി. ഹിന്ദു വീടുകളിൽ കയറിയാൽ കാല് വെട്ടുമെന്ന് പാസ്റ്ററെ ഭീഷണിപ്പെടുത്തി. സുൽത്താൻ ബത്തേരി ടൗണിൽ വെച്ചാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ പാസ്റ്ററെ വാഹനം തടഞ്ഞ് കയ്യേറ്റം ചെയ്തത്. വെക്കേഷൻ ക്ലാസ്സിലേക്ക് കുട്ടികളെ ക്ഷണിക്കാനാണ് ചെറുകാട് ആദിവാസി ഉന്നതിയിലേക്ക് പാസ്റ്റർ പോയത്. കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഏപ്രിലിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. പ്രൊഫസർ MK സാനു അന്തരിച്ചു. 98 വയസ്സായിരുന്നു. ഇന്ന് വൈകിട്ട് 5:35 അന്ത്യം. ഒരാഴ്ചയായി ന്യൂമോണിയ ബാധിച്ച് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നാളെ രാവിലെ 8 മണിക്ക് മൃതദേഹം അമൃത ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരും. രാവിലെ 9 മണി മുതൽ 10 വരെ വീട്ടിലും തുടർന്ന് എറണാകുളം
ടൗൺ ഹാളിലും പൊതുദർശനം ഉണ്ടാകും. സംസ്കാരം വൈകിട്ട് 5 മണിക്ക് കൊച്ചി രവിപുരം ശ്മശാനത്തിലാണ്. മലയാള സാഹിത്യ ലോകം കണ്ട മികച്ച സാഹിത്യ നിരൂപകരിൽ ഒരാളാണിപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. രാത്രി 9 മണിവരെ അമൃത ആശുപത്രിയിൽ നടന്ന പൊതുദർശനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. നവോത്ഥാന കേരളത്തിന്റെ നാവായിരുന്നു പ്രൊഫസർ എം കെ സാനു. അധ്യാപകനും നിരൂപകനും പ്രഭാഷകനും എഴുത്തുകാരനുമായി കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയിൽ നിറഞ്ഞു നിന്ന സാനു മാഷ് 98-ാം വയസ്സിലും സജീവ സാന്നിധ്യമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആരാകാനാണ് ആഗ്രഹം എന്നെഴുതി നൽകാൻ ആവശ്യപ്പെട്ട അധ്യാപകന് എം കെ സാനു എന്ന 8ാം ക്ലാസ്സുകാരൻ കടലാസിൽ എഴുതി നൽകിയത് കുമാരനാശാന്റെ നളിനിയിലെ വരികളായിരുന്നു. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. നന്മകൾ ചെയ്തും നല്ലത് ചെയ്യാൻ നാട്ടുകാരെ പ്രേരിപ്പിച്ചും അങ്ങനെ എളിമയുടെ പ്രതീകമായി സാംസ്കാരിക രംഗത്ത് സാനുമാഷ് വർത്തിച്ചു. ഒരു മണൽത്തരിയോളം ചെറുതാണ് ഞാൻ എന്ന് പ്രസംഗങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞു. 1927 ഒക്ടോബർ 27 ആലപ്പുഴ തുമ്പോളി മംഗലത്ത് തറവാട്ടിൽ MC കേശവൻ KP ഭവാനി ദമ്പതികളുടെ മകനായാണ് ജനനം. ആലപ്പുഴ സനാതനധർമ്മ ഹൈസ്കൂളിൽ അധ്യാപകനായി തൊഴിൽ ജീവിതം തുടങ്ങി. യാദൃച്ഛികമായാണ് പ്രസംഗത്തിലേക്കും എഴുത്തിലേക്കുമൊക്കെ സാനുമാഷ് കടന്നത്. ആലപ്പുഴ തുമ്പോളിയിലെ SNDP ശാഖയിൽ തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കണം എന്നാവശ്യപ്പെട്ട പ്രമേയ ചർച്ചയിലായിരുന്നു ആദ്യ പ്രസംഗം. സാഹിത്യസംഘം 2ആയി പിരിഞ്ഞപ്പോൾ നടത്തിയ പ്രസംഗത്തിന്റെ എഴുത്തുരൂപമായിരുന്നു ആദ്യ ലേഖനം. പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റായിരിക്കെ രാഷ്ട്രീയത്തിലെത്തി. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ CPIM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സാനുമാഷ് കോൺഗ്രസിന്റെ AL ജേക്കബിനെതിരെ അട്ടിമറി വിജയം നേടി. EMS നിർബന്ധിച്ചതിനാലാണ് സാനുമാഷ് സ്ഥാനാർത്ഥിയായത്. അധ്യാപകനായും നിരൂപകനായും പ്രഭാഷകനായും ജീവകാരുണ്യ പ്രവർത്തകനായും സാംസ്കാരിക പ്രവർത്തകനായും എല്ലാം ഒരു ജീവിതത്തിൽ പല റോളുകളിൽ അവതരിച്ചു സാനുമാഷ്. AK ആന്റണി, മമ്മൂട്ടി, വയലാർ രവി, ജോൺ പോൾ, അങ്ങനെ ശിഷ്യഗണങ്ങൾ ഒട്ടേറെ പേർ. അന്തരിച്ച വൈക്കം മുഹമ്മദ് ബഷീർ, PK ബാലകൃഷ്ണൻ, CJ തോമസ്, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ തുടങ്ങിയവരുമായുള്ള ആഴത്തിലുള്ള സൗഹൃദം. കാറ്റും വെളിച്ചവുമായിരുന്നു ആദ്യ വിമർശനകൃതി. വിമർശനത്തിൽ നിന്ന് ജീവചരിത്ര രചനകളിലേക്ക് കടന്നു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, ബഷീർ, ഏകാന്തവീഥിയിലെ അവധൂതൻ, സഹോദരൻ K അയ്യപ്പൻ, PK ബാലകൃഷ്ണനെപ്പറ്റി ഉറങ്ങാത്ത മനീഷി തുടങ്ങി ജീവചരിത്ര ശാഖയിൽ നിസ്തുല സംഭാവനകൾ സാനുമാഷിന്റേതായി ഉണ്ട്. കുമാരനാശാന്റെ നളിനി, വിശുദ്ധാനുരാഗത്തിൽ തെളിയുന്ന ദിവ്യദീപ്തി തുടങ്ങി 40-ലധികം കൃതികൾ സാനുമാഷിന്റേതായിട്ടുണ്ട്. കർമ്മഗതിയാണ് ആത്മകഥ. വയലാർ അവാർഡും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും എഴുത്തച്ഛൻ പുരസ്കാരവുമെല്ലാം സാനുമാഷിനെ തേടിയെത്തി. 98-ാം വയസ്സിലും ശാരീരിക അവശത മാറ്റിവെച്ച് സഹോദരൻ അയ്യപ്പന്റെ സഹോദരിയും പൊതുപ്രവർത്തകയുമായിരുന്ന തപസ്വിനി അമ്മയെപ്പറ്റിയുള്ള തപസ്വിനി അമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി എന്ന പുസ്തകം രചിച്ചു. കേരളത്തിന്റെ പ്രിയപ്പെട്ട സാനുമാഷിന് 24ന്റെ പ്രണാമം. മരണം ജീവിതത്തിന്റെ വിരാമചിഹ്നമാണ്, സംഭവിച്ചേ പറ്റൂ. റിസർച്ച് ഡെസ്ക് 24. മലയാളത്തിന്റെ പ്രിയപ്പെട്ട അധ്യാപകനും ജീവചരിത്രകാരനുമായ പ്രൊഫസർ എം കെ സാനുവിന്റെ വിയോഗത്തിൽ അനുശോചനമറിയിച്ച് സാമൂഹിക രാഷ്ട്രീയ സാഹിത്യ മേഖലകളിലെ പ്രമുഖർ. തന്റെ സാമൂഹിക പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളും രചനകളും കൊണ്ട് കേരള ചരിത്രത്തെയും വർത്തമാന കേരള സമൂഹത്തെയും സമ്പന്നമാക്കിയ ഒരു ജീവിതത്തിനാണ് തിരശ്ശീല വീണിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു. ഗുരുതുല്യനായ അതുല്യ പ്രതിഭയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നാടിനെ ബാധിക്കുന്ന ഏതു വിഷയത്തിലും ഇടപെടുന്ന ആളായിരുന്നു പ്രൊഫസർ എം കെ സാനുവെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി അനുസ്മരിച്ചു. മലയാളത്തിൽ ഏറ്റവും ആഴത്തിലുള്ള അപഗ്രഥനത്തോടു കൂടിയിട്ടുള്ള ജീവചരിത്ര രചനകൾ നടത്തിയിട്ടുള്ള ആള് എന്ന നിലയിൽ സാനുമാഷ് ഓർമ്മിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. പൂർണ്ണ ജീവിതകാലം മുഴുവൻ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. CPIMന് വേണ്ടി സാനുമാഷിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. പ്രൊഫസർ എം കെ സാനുവിന്റെ വിയോഗം അപരിഹാര്യമായ നഷ്ടമെന്ന് T പത്മനാഭൻ പറഞ്ഞു.
എല്ലാ മലയാളികളുടെയും അഭിമാനമായിരുന്നു പ്രൊഫസർ എം കെ സാനുവെന്ന് പ്രൊഫസർ എം ലീലാവതി. മഹത്വങ്ങളെ ആദരിക്കൽ എഴുത്തു ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു വ്രതം, മഹാവ്രതം പോലെ അനുഷ്ഠിച്ചു പോന്ന ഒരാളാണ് സാനു മാഷ്. ഇത്രയധികം ജീവിതചരിത്ര ഗ്രന്ഥങ്ങൾ രചിച്ച ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ മലയാളത്തിൽ എന്നപോലെ വേറെ ഏതെങ്കിലും ഒരു ഭാഷയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രിയ ഗുരു സാനു മാഷിന് ആദരാഞ്ജലികളെന്ന് നടൻ മമ്മൂട്ടി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാഹിത്യം, വിദ്യാഭ്യാസം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രൊഫസർ എം കെ സാനുവിന്റെ വേർപാട് കേരളത്തിന് വലിയ നഷ്ടമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മലയാള സംസ്കാരത്തിന്റെ ആൾരൂപമെന്ന് ഫ്ലവേഴ്സ് TV ചെയർമാൻ ഗോകുലം ഗോപാലൻ. ശ്രീനാരായണ ദർശനം സാധാരണ മനുഷ്യർക്ക് ലളിതമായി പകർന്നു നൽകി. ജീവിതത്തിലെ ലാളിത്യവും ചിന്തയിലെ ഔന്നത്യവുമായിരുന്നു സാനുമാഷെന്നും ഗോകുലം ഗോപാലൻ അനുസ്മരിച്ചു. ന്യൂസ് ഡെസ്ക് 24. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വകുപ്പിൽ നിന്ന് ഉപകരണം കാണാതായതിൽ അന്വേഷണത്തിന് ഒരുങ്ങി ആരോഗ്യവകുപ്പ്. DME അന്വേഷണം നടത്തും. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് ഡോക്ടർ ഹാരിസ് ഹസൻ പ്രതികരിച്ചു. ഹാരിസിനോട് വിശദീകരണം തേടിയത് സ്വാഭാവിക നടപടി എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. ജനപ്രതിനിധി വാങ്ങി നൽകിയ ഉപകരണം കാണാതായെന്ന സമിതി റിപ്പോർട്ടിലെ കാര്യം മന്ത്രി പുറത്തു പറഞ്ഞതോടെയാണ് ആരോഗ്യവകുപ്പിന്റെ വകുപ്പുതല അന്വേഷണം. DME ഡോക്ടർ വിശ്വനാഥന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. റിപ്പോർട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറും. സർജറി ഉപകരണം കാണാതായതും മറ്റു ചില ഉപകരണങ്ങൾ ബോധപൂർവം തകരാറിലാക്കി എന്നത് അടക്കമുള്ള കാര്യങ്ങളും അന്വേഷിക്കും. വകുപ്പുതല അന്വേഷണത്തിന് പിന്നാലെ ആവശ്യമെങ്കിൽ മാത്രം പോലീസിനെ സമീപിക്കാനാണ് ആലോചന. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ഡോക്ടർ ഹാരിസ് ഹസന്റെ നിലപാട്. ഒരു ഉപകരണവും കാണാതായിട്ടില്ല. ഡോക്ടർമാർക്ക് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് മാറ്റിവെച്ചിരിക്കുകയാണെന്ന് ഹാരിസ് ഹസൻ. കാണാതായതല്ല, അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അത് അന്വേഷണ കമ്മീഷൻ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അത് മാറ്റിവെച്ചിരിക്കുകയാണ്, അത് ഉപയോഗിക്കുന്നില്ല, നമുക്ക് പരിചയമുള്ളതല്ല. എല്ലാ അന്വേഷണങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. അത് നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. ഡോക്ടർ ഹാരിസിനെതിരെ നടക്കുന്നത് പ്രതികാര നടപടിയെന്ന് രമേശ് ചെന്നിത്തല. മന്ത്രി എന്തെല്ലാം പറഞ്ഞാലും ഇവരിത് തന്നെ ചെയ്യും. ഡോക്ടർ ഹാരിസിനെതിരെ പ്രതികാര നടപടി ഉണ്ടാകും എന്ന് ഞങ്ങൾ എല്ലാവരും നേരത്തെ പറഞ്ഞതാണ്. വകുപ്പുതല അന്വേഷണത്തിൽ എല്ലാം പരിശോധിക്കട്ടെ എന്ന് മന്ത്രി വീണ ജോർജ്. അദ്ദേഹത്തോടൊരു സ്വാഭാവിക നടപടിക്രമമാണ്, അതൊരു റൊട്ടീനായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് അദ്ദേഹത്തോട് വിശദീകരണം തേടിയത്. കഴിഞ്ഞ ദിവസം ലഭിച്ച കാരണം കാണിക്കൽ നോട്ടീസിന് ഡോക്ടർ ഹാരിസ് തിങ്കളാഴ്ച മറുപടി നൽകും. 24 തിരുവനന്തപുരം. മലയാള സിനിമ വിവാദമുക്തമാക്കാനുള്ള സർക്കാർ നീക്കത്തിന്റെ ഭാഗമായ സിനിമാ കോൺക്ലേവിൽ ആദ്യ ദിനം ഉയർന്നുവന്നത് നിരവധി വിഷയങ്ങൾ. ലിംഗനീതി മുതൽ തിയേറ്ററുകളിലെ ഭക്ഷണത്തിന്റെ വില നിലവാരം വരെ ആദ്യദിന ചർച്ചയിൽ ഉയർന്നു. സിനിമാ മേഖലയിൽ അടിമുടി നവീകരണം ആവശ്യപ്പെട്ടുള്ള കരടിന്മേലാണ് ചർച്ച പുരോഗമിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിടിച്ചുലച്ച മലയാള സിനിമയിൽ സിനിമാ നയം രൂപപ്പെടുന്നു. സിനിമാ കോൺക്ലേവിന്റെ ആദ്യ ദിനം ഉയർന്നു വന്നത് വിവിധ വിഷയങ്ങൾ. ജോലി സമയം സംബന്ധിച്ച് തൊഴിൽ നിയമം പാലിക്കണമെന്ന അഭിപ്രായം ആദ്യദിന ചർച്ചയിൽ ഉയർന്നു. വേതനം സംബന്ധിച്ച് ചർച്ചകളും നടന്നു. സിനിമാ മേഖലയിലെ ചില വിഭാഗങ്ങൾക്ക് വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നില്ലെന്ന പരാതി ചില ഡെലിഗേറ്റുകൾ ചൂണ്ടിക്കാണിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ലിംഗസമത്വമായിരുന്നു. എല്ലാവരും ലിംഗസമത്വത്തെ അനുകൂലിച്ചു. കരാർ ലംഘനങ്ങൾ ഉണ്ടാവുന്നു എന്ന അഭിപ്രായം ഫെഫ്ക പ്രതിനിധികൾ നിഷേധിച്ചു. തിയേറ്റർ ഉടമകളുടെ ബുദ്ധിമുട്ടുകൾ ചർച്ചയായി. ആദ്യ ദിനം തന്നെ സിനിമാ റിവ്യൂ നിരോധിക്കണമെന്ന അഭിപ്രായവും കോൺക്ലേവിൽ പങ്കുവച്ചു. ഒട്ടേറെ നിർദ്ദേശങ്ങൾ 5 പാനൽ ഡിസ്കഷൻ ഉയർന്നു വന്നു. ഈ കോൺക്ലേവ് വലിയ തരത്തിൽ ഒരു പരിഹാരമാർഗമാകണം എന്ന് ഉദ്ദേശിച്ചു. ഏറ്റവും വേഗം ഒരു നിയമനിർമ്മാണവും അല്ലെങ്കിൽ ഒരു സിനിമ പോളിസിയും കേരളത്തിൽ ഉണ്ടാകണമെന്നുമാണ് എല്ലാ പ്രതിനിധികളും എല്ലാവരും ഒരു സംഘടനാ വ്യത്യാസമില്ലാതെ ഇന്ന് ഏകണ്ഠമായി ഈ കോൺക്ലേവിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കോൺക്ലേവ് ചർച്ച ചെയ്യുന്ന കരട് വിവരങ്ങൾ 24-ന് ലഭിച്ചു. സമഗ്രമാറ്റം ആവശ്യപ്പെട്ടാണ് കരട് രേഖ. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാകണം. ലൈംഗികാതിക്രമവും വിവേചനവും അവസാനിപ്പിക്കണം. കാസ്റ്റിംഗ് കൗച്ചും ലഹരി ഉപയോഗവും തടയണം. സിനിമാ മേഖലയിൽ അമിതാധികാര പ്രവണത ഒഴിവാക്കണം. എല്ലാ സംഘടനകൾക്കും ഏകീകൃത പെരുമാറ്റച്ചട്ടവും കരട് രേഖ ആവശ്യപ്പെടുന്നു. ശുചിമുറികളും വിശ്രമമുറികളും ഉറപ്പാക്കണം. തുറന്നു പറയുന്നവരെ സംരക്ഷിക്കണമെന്നും ഓൺലൈൻ കംപ്ലയിന്റ് പോർട്ടൽ വേണമെന്നും രേഖയിൽ പറയുന്നു. സിനിമാ നയം നിയമമാകണമെന്നും കരട് രേഖ ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തത്. നാളെയും വിവിധ വിഷയങ്ങളിൽ ചർച്ച തുടരും. സലിം മാലിക്, 24, തിരുവനന്തപുരം. കർണാടക ധർമ്മസ്ഥലയിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയെ
SIT അംഗം ഭീഷണിപ്പെടുത്തി എന്ന് പരാതി. സിർസി സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായ മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെയാണ് സാക്ഷിയുടെ അഭിഭാഷകർ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയത്. അന്വേഷണ സംഘത്തിൽ നിന്ന് മാറ്റണം എന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മണ്ണ് നീക്കം ചെയ്തുള്ള 5-ാം ദിവസത്തെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നലെ രാത്രി ബെൽത്തങ്ങടിയിലെ SIT ഓഫീസിൽ വെച്ച് ഇൻസ്പെക്ടർ മഞ്ജുനാഥ ഗൌഡ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് അഭിഭാഷകർ നൽകിയ പരാതി. ചിലർ സമ്മർദ്ദത്തിലാക്കി പരാതി നൽകിയതാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിലാക്കുമെന്നായിരുന്നു ഭീഷണി. സാക്ഷിയെ കൊണ്ട് ചില കാര്യങ്ങൾ പറയിച്ച് മൊബൈലിൽ വീഡിയോ എടുത്തു. പരാതി പിൻവലിക്കുവാൻ നിർബന്ധിച്ചുവെന്നും ആരോപണം. മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെ അഭിഭാഷകർ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി. ഇയാളെ SITയിൽ നിന്ന് നീക്കണം എന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. ഈ പുള്ളീനെ മാത്രം റൂമിൽ വിളിപ്പിച്ചിട്ട് അവിടെ നിന്ന് പേടിപ്പിച്ച് ഏതോ സ്പോട്ടിൽ പോകാന്നാലും വീഡിയോക്കാർ വേണം. വീഡിയോ വക്കീലിനെ വിടുന്നില്ലായിരുന്നു. വക്കീലിനെന്ന് പറഞ്ഞാൽ അവനെ മാത്രം വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. വക്കീലിനെ പുറത്ത് നിർത്തിയ സ്പോട്ടിൽ. ഇനിയിപ്പം വക്കീലും അതിൻ്റെ കൂടെ പോകണം. ലോകം കാണട്ടെ. എന്തായാലും ലോകം അറിഞ്ഞല്ലോ ഇവിടെ കുഴിച്ചിട്ടാന്ന്. ഇനി കുഴിച്ചിട്ട് എടുക്കുന്നതുകൊണ്ട് ലോകം അറിയണം. പരാതി അന്വേഷിക്കുമെന്ന് SITയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഇന്ന് മണ്ണുമാറ്റി പരിശോധന നടത്തിയ 9-ാം സ്പോട്ടിൽ നിന്നും കാര്യമായി ഒന്നും ലഭിച്ചില്ല. ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴ പരിശോധനയെ കാര്യമായി ബാധിച്ചു. 24 ധർമ്മസ്ഥല. കലാഭവൻ നവാസിന് വിടചൊല്ലി മലയാളി പ്രേക്ഷകർ. ആലുവ ടൗൺ ജുമാ മസ്ജിദ് പള്ളിയിലാണ് ഖബറടക്കം നടന്നത്. 3 പതിറ്റാണ്ടിലേറെയായി അഭ്രപാളിയിലും മലയാളികളുടെ സ്വീകരണ മുറിയിലും ചിരി പടർത്തിയ കലാകാരന് കണ്ണീരിൽ കുതിർന്ന യാത്രയയപ്പ്. നിരവധി സിനിമകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും സുപരിചിതനായ പ്രിയ നടന് വിതുമ്പലോടെ യാത്ര പറഞ്ഞ് സിനിമാ മേഖലയും പൊതുസമൂഹവും. മൈ ഡിയർ കരടിയിലെയും ജൂനിയർ മാൻ ട്രക്കിലെയും മാട്ടുപ്പെട്ടി മച്ചാനിലെയും കഥാപാത്രങ്ങൾ ഈ ദിവസം മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുകയാണ്. കലാഭവനിലെ മിമിക്രി ട്രൂപ്പിലൂടെ ആരംഭിച്ച കലാജീവിതം 3 പതിറ്റാണ്ടുകൾ കടന്ന് അവസാന ശ്വാസം വരെ തുടർന്നു. മരിക്കുന്നതിന് മണിക്കൂറുകൾ മുമ്പ് വരെ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു. ഇന്നലെ രാത്രി 8:40 ഹൃദയാഘാതത്തെ തുടർന്ന് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു വീണത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിനു ശേഷം ആലുവ 4-ാം മൈലിലുള്ള വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ സമൂഹത്തിന്റെ വ്യത്യസ്ത തുറയിൽ നിന്നുള്ള നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. അവതരിപ്പിച്ച കഥാപാത്രങ്ങളും വേദികളും കാഴ്ചക്കാർക്ക് വിട്ടു നൽകി കലാഭവൻ നവാസ് യാത്രയായി. ന്യൂസ് ഡെസ്ക് 24. കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ ഭരണ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വിഷയത്തിൽ മന്ത്രിമാർ നാളെ ഗവർണറെ കാണും. അതിനിടെ കേരള സർവകലാശാലയിലെ VC സിൻഡിക്കേറ്റ് തർക്കം പോലീസ് കേസിലേക്ക് നീങ്ങി. ഡോക്ടർ സിസ തോമസിനെയും K ശിവപ്രസാദിനെയും താൽക്കാലിക VCമാരായി വീണ്ടും നിയമിച്ചതിനെതിരെ മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചിരുന്നു. നാളെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും നിയമമന്ത്രി P രാജീവും രാജ്ഭവനിലെത്തി ഗവർണറുമായി ചർച്ച നടത്തും. ഫോണിലൂടെ അറിയിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല ലഭിച്ചിട്ടുള്ളത്. തന്നെയുമല്ല, ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടാണല്ലോ ഗവൺമെന്റ് സെക്രട്ടറിക്ക് പോകാൻ സാധിക്കുക. അപ്പോൾ ഗവൺമെന്റ് അവർക്ക് നൽകിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ മന്ത്രിമാരായിട്ടുള്ള സന്ദർശനം കഴിഞ്ഞതിന് ശേഷം ആവശ്യമെങ്കിൽ അവർക്ക് പോകാവുന്നതാണ് എന്ന നിലയിലാണ്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കണമോ എന്നത് നാളത്തെ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തീരുമാനിക്കുക. അതിനിടെ സിൻഡിക്കേറ്റ് റൂം അനുമതി കൂടാതെ തുറക്കരുതെന്ന് രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പന് VC നിർദ്ദേശം നൽകി. എന്നാൽ റൂമിന്റെ താക്കോൽ കാണാനില്ലെന്നാരോപിച്ച് രജിസ്ട്രാർ KS അനിൽകുമാർ പോലീസിന് പരാതിയും നൽകി. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ ഇന്നലെ മിനി കാപ്പനും പോലീസിൽ പരാതി നൽകിയിരുന്നു. 24 തിരുവനന്തപുരം. ആലപ്പുഴ ചേർത്തലയിലേത് കൊലപാതക പരമ്പര എന്ന സംശയം.
സ്വത്തുക്കൾക്ക് വേണ്ടി പ്രതി സെബാസ്റ്റ്യൻ സ്ത്രീകളെ കൊലപ്പെടുത്തി എന്നാണ് സൂചന. ചേർത്തലയിൽ നിന്ന് കാണാതായ ഐഷയുടെ കേസിലും സെബാസ്റ്റ്യന് ബന്ധമുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. കാണാതായ കോട്ടയം സ്വദേശിനി ജൈനമ്മ കൊല്ലപ്പെട്ടെന്ന് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചു. 2002 കാണാതായ ചേർത്തല സ്വദേശിനി ബിന്ദു പത്മനാഭൻ, 2024 കാണാതായ കോട്ടയം സ്വദേശിനി ജൈനമ്മ, പട്ടികയിലേക്ക് ഒടുവിലെത്തിയത് 2012 കാണാതായ ചേർത്തല സ്വദേശിനി ഐഷ. പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂട അവശിഷ്ടങ്ങളിൽ നിന്ന് കൃത്രിമ പല്ല് ലഭിച്ചതോടെയാണ് ഐഷ തിരോധാന കേസിലും സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. കാണാതായവരിൽ കൃത്രിമ പല്ലുണ്ടായിരുന്നത് ഐഷയ്ക്ക് മാത്രം. വിശ്വാസമുണ്ട്, അല്ലാതെ അവർ നഷ്ടപ്പെടാൻ കാര്യമില്ല. അതന്നെയല്ല, ഇത്രയും സൗഹൃദത്തിൽ അവരിവിടെ വന്ന് JCB വിളിച്ച് തെളിക്കുക, അടുത്ത ആളിൻ്റെ പറമ്പ് തെളിക്കണമെങ്കിൽ അവർ തങ്ങളിൽ ബന്ധം ഉണ്ടായിട്ടില്ല ചെയ്യുന്നത്. കോട്ടയത്ത് നിന്ന് കാണാതായ ജൈനമ്മ കൊല്ലപ്പെട്ടതായി ക്രൈംബ്രാഞ്ച് സംഘം സ്ഥിരീകരിച്ചു. ഇതൊരു കൊലപാതക കേസായിട്ട് തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒന്നും പറയാറായിട്ടില്ല. നമ്മളതിന്റെ തെളിവ് ശേഖരണത്തിലാണ്. ജൈനമ്മയുടെ സ്വർണം വിൽപ്പന നടത്തിയ ചേർത്തലയിലെ സ്ഥാപനത്തിൽ സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പ് നടത്തി. സ്വർണം ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. നിലവിൽ ആലപ്പുഴ, കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ അന്വേഷിക്കുന്ന കേസുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 ആലപ്പുഴ. ബലാത്സംഗ കേസിൽ മുൻ JDS MP പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ, 5 ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നും ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയുടെ വിധി. കേസ് കെട്ടിച്ചമച്ചതെന്നാണ് പ്രജ്വൽ രേവണ്ണയുടെ പ്രതികരണം. ബലാത്സംഗത്തിനിരയായ 4 സ്ത്രീകളുടെ പരാതിയിലാണ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ കേസെടുത്തത്. അതിൽ 48 വയസ്സുകാരിയായ ഒരു സ്ത്രീയുടെ പരാതിയിൽ പ്രജ്വൽ രേവണ്ണ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. അതിജീവിതയായ സ്ത്രീയെ ഭീഷണിപ്പെടുത്തി വീണ്ടും ബലാത്സംഗം ചെയ്തത് ഗുരുതരമായ കുറ്റമാണെന്നും കോടതി നിരീക്ഷിച്ചു. തനിക്കെതിരെ പരാതിയുമായി വന്ന സ്ത്രീകൾ ആരും തന്നെ സ്വമേധയാ വന്നവരല്ലെന്നും പോലീസ് നിർബന്ധിച്ച് പരാതി നൽകിച്ചതാണെന്നും വിധിക്ക് ശേഷം പ്രജ്വൽ രേവണ്ണ പ്രതികരിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെയാണ് മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ കൊച്ചുമകൻ കൂടിയായ പ്രജ്വൽ രേവണ്ണ നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്തെന്നും അത് വീഡിയോയിൽ പകർത്തിയെന്നുമുള്ള വാർത്ത പുറത്തുവന്നത്. ശേഷം തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്റെ സിറ്റിംഗ് മണ്ഡലമായ ഹസനിൽ പ്രജ്വൽ രേവണ്ണ പരാജയപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് 24. പുതുതായി DCC അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്താൻ KPCC. പുതിയ ജില്ലാ അധ്യക്ഷന്മാർക്ക് 3 വർഷം കഴിയാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവാദമുണ്ടാകില്ല. AICCയുടെ നിർദ്ദേശം സംസ്ഥാനത്ത് നടപ്പാക്കുകയാണെന്നാണ് KPCC നേതൃത്വത്തിന്റെ വിശദീകരണം. 24 ബിഗ് ബ്രേക്ക്. പുനഃസംഘടനയുടെ ഭാഗമായി സംസ്ഥാനത്ത് നടന്ന ചർച്ചകൾക്കിടയിലാണ് പുതിയ DCC അധ്യക്ഷന്മാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിലക്കുണ്ടാകുന്ന വിവരം KPCC നേതൃത്വം അറിയിച്ചത്. DCC അധ്യക്ഷന്മാർ പൂർണ്ണമായും സംഘടനാ കാര്യങ്ങൾ കേന്ദ്രീകരിക്കണമെന്നാണ് AICCയുടെ നിർദ്ദേശം. സംഘടനാ പ്രവർത്തനം മാറ്റിവെച്ച് അധ്യക്ഷന്മാർ സ്വന്തം സീറ്റ് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതും അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഒഴിവാക്കുന്നതിന് കൂടിയാണ് 3 കൊല്ലത്തേക്ക് മത്സരവിലക്ക് ഏർപ്പെടുത്താൻ AICC നിർദ്ദേശിച്ചത്. ഈ നിർദ്ദേശം ഇപ്പോഴത്തെ പുനഃസംഘടന മുതൽ സംസ്ഥാനത്ത് നടപ്പിലാക്കും. സംസ്ഥാനത്തുണ്ടാക്കിയ ധാരണപ്രകാരം 9 DCCകളിൽ പുതിയ അധ്യക്ഷന്മാർ വരും. ഇവർക്ക് മത്സരവിലക്ക് ബാധകമായിരിക്കും. തൃശൂർ DCC അധ്യക്ഷൻ അടുത്ത കാലത്താണ് നിയമിതനായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും മത്സരവിലക്കുണ്ടാകും. എന്നാൽ പുതിയ പുനഃസംഘടനയിലും തുടരാൻ സാധ്യതയുള്ള എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ DCC അധ്യക്ഷന്മാർക്ക് മത്സരിക്കാൻ തടസ്സമുണ്ടാകില്ല. ജില്ലാ അധ്യക്ഷന്മാരായി തുടരാനാകുന്ന സന്ദേശം KPCC നേതൃത്വം ഇവർക്ക് നൽകിയിട്ടുമുണ്ട്. ഒരാഴ്ചയകം പുനഃസംഘടന പൂർത്തിയാക്കുമെന്നാണ് സൂചന. 2 ദിവസങ്ങൾക്കും പട്ടികയുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഡൽഹിയിലെത്തും. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. നിമിഷപ്രിയയുടെ മോചനത്തിനായി ആക്ഷൻ കൗൺസിൽ പ്രതിനിധികൾക്ക് യമനിലേക്ക് പോകാനുള്ള അനുമതി നിഷേധിച്ച് വിദേശകാര്യ മന്ത്രാലയം. സുരക്ഷാ പ്രശ്നമുള്ളതിനാൽ അനുമതി നൽകാനാകില്ല എന്നാണ് വിശദീകരണം. കേസ് പരിഗണിക്കുമ്പോൾ ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിക്കുമെന്നും നിയമ പോരാട്ടം തുടരുമെന്നും ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ 24നോട് പറഞ്ഞു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. വീണ്ടും മഴ ശക്തമായേക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ്. നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആറന്മുള വള്ളസദ്യ വിവാദത്തിന് പിന്നാലെ പള്ളിയോട സേവാ സംഘം ഭാരവാഹികളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി പ്രസിഡന്റ് ആക്ഷേപിച്ചതായി പരാതി. ഇതോടെ കൂടിക്കാഴ്ച പള്ളിയോട സേവാ സംഘം ബഹിഷ്കരിച്ചു. വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പെയ്ഡ് വള്ളസദ്യയിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്മാറി. മുൻകൂർ പണമടച്ചവർക്ക് പണം തിരികെ നൽകും. ആചാരപ്പെരുമ പേറുന്ന ആറന്മുള വള്ളസദ്യ ഓൺലൈൻ ബുക്കിംഗിലൂടെ മുൻകൂർ പണമടച്ച് ലഭ്യമാക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നീക്കത്തെ
പള്ളിയോട സേവാ സംഘം എതിർത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ദേവസ്വം ബോർഡ് അധികൃതർ ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായി ക്ഷണിച്ചത്. പ്രസിഡന്റും സെക്രട്ടറിയും ഭക്ഷണ കമ്മിറ്റി ഭാരവാഹികളുമടക്കം 5 പേരാണ് ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയത്. ഭാരവാഹികളിൽ ചിലരെ പുറത്തിരുത്താൻ ശ്രമിച്ചതോടെ ചർച്ച ബഹിഷ്കരിച്ചെന്ന പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ 24-നോട്. നമ്മൾ 5 പേരാണ് പോയിരുന്നത്. കാര്യം ബന്ധപ്പെട്ട 5 പേരാണ് പോയത്. പള്ളിയോട സംഘത്തിൻ്റെ 3 ഭാരവാഹികളും ഈ വള്ളസദ്യയുമായിട്ട് ബന്ധപ്പെട്ട 2 കൺവീനിയേഴ്സും 5 പേര് കൂടിയാണ് ഞങ്ങൾ അങ്ങനെയാണ് പോയത്. അങ്ങനെ വിഷയം ഇങ്ങനെ ദേവസ്വം ബോർഡും പള്ളിയോട സംഘമായിട്ട് അങ്ങനെ വിഷയമില്ല. പക്ഷേ ക്ഷേത്രത്തിൽ ഈ വള്ളസദ്യ സീസണിൽ ദേവസ്വം ബോർഡ് അങ്ങനെ സദ്യ നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കീഴ്വഴക്കങ്ങളെയും ആചാരങ്ങളെയും മറികടക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനം അംഗീകരിക്കില്ല. ദേവസ്വം ബോർഡ് നടത്തിയ പെയ്ഡ് വെള്ളസദ്യക്കെതിരെ വ്യാപക പരാതികളാണ് ഉയരുന്നതെന്നും ഭാരവാഹികൾ. വള്ളസദ്യ അല്ല കഴിഞ്ഞ നടത്തിയത്. ഒരു 12 പരാതി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. 250 രൂപ മേടിച്ചിട്ട് വള്ളസദ്യയിലെ 50 വിഭവങ്ങളില്ല, 10-25 വിഭവങ്ങളെ ഉള്ളായിരുന്നെന്നും അത് നേരാമണ്ണം വിളമ്പിയിട്ടില്ലെന്നുള്ള പരാതി വരെ നിലനിൽക്കുന്നു. അപ്പോൾ അവർക്കറിയാം ഇത് നടത്താൻ പറ്റില്ലെന്ന്. വിവാദ പശ്ചാത്തലത്തിൽ അടുത്ത ദിവസം നടത്താനിരുന്ന വള്ളസദ്യയിൽ നിന്നും ദേവസ്വം ബോർഡ് പിന്മാറി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 പത്തനംതിട്ട. ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ മലക്കപ്പാറ വീരൻകുടിയിൽ വീണ്ടും പുലിയിറങ്ങി. കഴിഞ്ഞ ദിവസം 4 വയസ്സുകാരനെ ആക്രമിച്ചതിന് പിന്നാലെയാണ് വീണ്ടും പുലി സാന്നിധ്യം കണ്ടെത്തിയത്. പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ 9ാം ക്ലാസ്സുകാരുടെ ആത്മഹത്യയിൽ സെന്റ് ഡൊമിനിക് സ്കൂളിലെ അധ്യാപകർക്കെതിരെ പോലീസ് കേസെടുത്തു. ബാലപീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നടപടി. കേരള സാങ്കേതിക സർവകലാശാലയിൽ ശമ്പളവും പെൻഷനും മുടങ്ങി. ജീവനക്കാർക്ക് ഈ മാസത്തെ ശമ്പളം കിട്ടിയില്ല. പെൻഷൻ മുടങ്ങിയിട്ട് 2 മാസം. വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും അനുവദിക്കുന്നില്ല. വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ സൗരവേലി നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സാരിവേലി സമരം സംഘടിപ്പിച്ചു. 2000-ഓളം പേർ പങ്കെടുത്ത പ്രതിഷേധ റാലി പെരുവണ്ണാമൊഴി ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. നാളെ ശാഖകൾ തുറന്നു പ്രവർത്തിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ച് കാനറ ബാങ്ക്. കിസാൻ സമ്മാൻ നിധി വിതരണത്തിന് ബാങ്കുകൾ നാളെ തുറക്കണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ജീവനക്കാരുടെ എതിർപ്പിനെ തുടർന്നാണ് നിർദ്ദേശം പിൻവലിച്ചത്. പാലക്കാട് കല്ലടിക്കോട് കൈക്കൂലി വാങ്ങിയ ASIക്ക് സസ്പെൻഷൻ. ASI ഉണ്ണിക്കണ്ണനെയാണ് സസ്പെൻഡ് ചെയ്തത്. പത്തനംതിട്ട എളമണ്ണൂരിൽ പോസ്റ്റ് ഓഫീസിലെത്തിച്ച പാഴ്സൽ പൊട്ടിത്തെറിച്ചു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് സൈനികനായ ജിതിൻ എസ് നായരുടെ പേരിലെത്തിയ പാഴ്സലാണ് പൊട്ടിത്തെറിച്ചത്. പാഴ്സലിൽ എയർ ഗണ്ണിൽ ഉപയോഗിക്കുന്ന 40 പെല്ലറ്റുകൾ എന്ന് പോലീസ്. അമർനാഥ് യാത്ര നാളെ മുതൽ താൽക്കാലികമായി നിർത്തിവെക്കും. പഹൽഗാം, ബാൽതാൽ റൂട്ടുകളിലൂടെയുള്ള യാത്രയാണ് താൽക്കാലികമായി നിർത്തുന്നത്. കനത്ത മഴയിൽ റോഡിനുണ്ടായ കേടുപാടുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിനാണ് നിയന്ത്രണം. തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിൽ ബസ് കണ്ടക്ടറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ നടത്തിവന്ന ബസ് സമരം പിൻവലിച്ചു. വടകര റൂറൽ എസ്പിയും തൊഴിലാളി സംഘടനാ നേതാക്കളും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ചിങ്ങമാസ പൂജയോട് അനുബന്ധിച്ചുള്ള ശബരിമല ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. വൈകിട്ട് 5 മണി മുതൽ ദർശനത്തിനായുള്ള സ്ലോട്ട് ബുക്കിംഗും തുടങ്ങി. എറണാകുളം മാറമ്പള്ളി MES കോളേജിൽ റാഗിംഗ് എന്ന് പരാതി. 1ാം വർഷ വിദ്യാർത്ഥി മുസ്തഫ മുഹമ്മദിന് മർദ്ദനമേറ്റു. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്നാണ് പരാതി. മൂന്നാർ ഗ്യാപ് റോഡിൽ രാത്രികാല യാത്ര നിരോധിച്ചു. നാളെ മുതൽ 6-ാം തീയതി വരെയാണ് നിരോധനം. രാത്രിയും പകലും വാഹനങ്ങൾ റോഡരികിൽ പാർക്ക് ചെയ്യുന്നതിനും നിരോധനം ഏർപ്പെടുത്തി. തമിഴ്നാട് വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ മറയൂർ സ്വദേശിയായ ആദിവാസി മരിച്ച സംഭവത്തിൽ 2 ഉദ്യോഗസ്ഥരെ തമിഴ്നാട് വനം വകുപ്പ് സസ്പെൻഡ് ചെയ്തു. ഉടുമൽപേട്ട ഫോറസ്റ്റ് ഓഫീസിലെ വാച്ചർ സെന്തിൽകുമാർ, ഫോറസ്റ്റർ നിമിൽ എന്നിവർക്കെതിരെയാണ് നടപടി. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ഇപ്പോൾ ചേരുന്നുണ്ട് കട്ടപ്പനയിൽ നിന്ന്. രാഹുൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ?
ഉന്മേഷ, കഴിഞ്ഞ ദിവസമാണ് ചിന്നാർ ചെക്ക് പോസ്റ്റിൽ വെച്ച് മറയൂർ സ്വദേശിയായിട്ടുള്ള മാരിമുത്തുവിനെ പുലിപ്പല്ലുമായി തമിഴ്നാട് ഫോറസ്റ്റ് പിടികൂടുന്നത്. പിന്നീട് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഉദുമൽപേട്ട ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ച് ഈ മാരിമുത്തു തൂങ്ങി മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധം, കസ്റ്റഡി മരണമാണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് വലിയ പ്രതിഷേധവും അരങ്ങേറിയതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 2 വനം വകുപ്പ് ജീവനക്കാർക്ക് സസ്പെൻഷൻ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഉദുമൽപേട്ട ഫോറസ്റ്റ് ഓഫീസിലെ വാച്ചർ സെന്തിൽ കുമാർ, ഫോറസ്റ്റർ നിമിൽ എന്നിവർക്കെതിരെയാണ് തമിഴ്നാട് വനം വകുപ്പ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യവിലോപം ചൂണ്ടിക്കാട്ടിയാണ് ഇരുവരുടെയും സസ്പെൻഷൻ എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ കസ്റ്റഡി മർദ്ദനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടല്ല ഇത്തരം ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ, ഈ തൂങ്ങിമരണമായിരുന്നു, അതിന്റെ പശ്ചാത്തലം ഉണ്ടാകാൻ ഇടയാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ സസ്പെൻഷൻ ഓർഡറിൽ പറയുകയും ചെയ്തിട്ടുള്ളത്. പാലക്കാട്ടെ കല്യാൺ സിൽക്സിന്റെ 2ാമത്തെ ഷോറൂമും കല്യാൺ ഹൈപ്പർ മാർക്കറ്റും ഒരുമിക്കുന്ന പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ടൗൺ ബസ് സ്റ്റാൻഡിന് സമീപം തുടങ്ങിയ പുതിയ കല്യാൺ ഷോറൂം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട്ടെ ജനങ്ങൾക്ക് ഷോപ്പിംഗിന്റെ നവ്യാനുഭവം പകർന്നു കൊടുക്കുമെന്ന ഉറപ്പുമായാണ് കല്യാൺ സിൽക്സിന്റെ 2ാമത്തെ ഷോറൂമും കല്യാൺ ഹൈപ്പർ മാർക്കറ്റും ഒരുമിക്കുന്ന ഷോപ്പിംഗ് സമുച്ചയം ടൗൺ ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് വ്യാപാര സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. കല്യാണിന്റെ സ്വന്തം ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾക്ക് വേണ്ടതെല്ലാം കുറഞ്ഞ വിലയിൽ കൂടുതൽ ഗുണമേന്മയിൽ കല്യാൺ സിൽസിലും കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലും ലഭിക്കുമെന്ന് കല്യാൺ സിൽസ് ആൻഡ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമൻ. മലയാളികളാണ് കല്യാണം വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കൊല്ലവും ഞങ്ങൾ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ ചെറിയ രീതിയിൽ ഒരു 6 ജീവനക്കാർ വെച്ച് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. ഇന്ന് കഷ്ടി 7000-ഓളം പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം മലയാളികളും കൂടിയാണ് എന്നുള്ളതിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം തരുന്നത്. 5 നിലകളിലായി 1 ലക്ഷത്തിലേറെ ചതുരശ്ര അടിയിലാണ് ഷോപ്പിംഗ് സമുച്ചയം. ഗ്രൗണ്ട് ഫ്ലോറിൽ കല്യാൺ ഹൈപ്പർ മാർക്കറ്റും മറ്റു ഫ്ലോറുകളിൽ കല്യാൺ സിൽക്സുമാണ് പ്രവർത്തിക്കുക. 300-ലധികം കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള വിശാലമായ പാർക്കിംഗ് സൗകര്യവുമുണ്ട്. ഈ മാസം തന്നെ പാലക്കാട് പട്ടാമ്പിയിലും കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. പാലക്കാട് MP VK ശ്രീകണ്ഠൻ, MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, കല്യാൺ സിൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ, മഹേഷ് പട്ടാഭിരാമൻ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ മധുമതി മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.